ലാലേട്ടാ, ലാലേട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ? ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ലാലേട്ടൻ്റെ അനിയൻകുട്ടന്മാരുടെയൊക്കെ ഒരുപാട് സ്റ്റാറ്റസ് ഞാൻ കണ്ടു. ലാലേട്ടൻ്റെ അനിയൻകുട്ടന്മാർ മാത്രമല്ല കേട്ടോ, അനിയത്തിക്കുട്ടികളും ഉണ്ട്. അതിലൊരു അനിയത്തിക്കുട്ടിയാണ് ഈ ഞാൻ. അതുപോലെ ഉണ്ടല്ലോ ലാലേട്ടാ, ലാലേട്ടൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അത് സിനിമയാണെന്ന് പോലും ഓർക്കാതെ ഞങ്ങൾക്കത് സഹിക്കാൻ പോലും പറ്റില്ല. ലാലേട്ടൻ്റെ തന്മാത്രയൊന്നും അതുകൊണ്ട് തന്നെ ഒരു വട്ടത്തിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുമില്ല. അതുപോലെ ഉണ്ടല്ലോ ലാലേട്ടാ, എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ ചോദ്യമാണ്, നീ ലാലേട്ടനാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്? നിനക്കെന്താ ലാലേട്ടനോട് ഇത്ര ഭ്രാന്ത്? ഇവരോടൊക്കെ ഞാൻ എന്താ ഉത്തരം പറയുക ലാലേട്ടാ? ഞാനൊക്കെ ലാലേട്ടനെ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക? എൻ്റെ ലാലേട്ടനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ പ്രായത്തോളം പഴക്കമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ലാലേട്ട എല്ലാവരും ലാലേട്ടൻ്റെ ഫാൻസാണ്. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിമാരൊക്കെ ലാലേട്ടൻ്റെ കട്ട ഫാൻസാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ എല്ലാ പടവും ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. തിയേറ്ററിൽ പോയിട്ട് ലാലേട്ടൻ്റെ പടം കാണുമ്പോൾ ആ ഒരു ആവേശവും ആർപ്പുവിളിയും വേറെ ഏത് നടൻ്റെ സിനിമ കണ്ടാലും കിട്ടുക എൻ്റെ ലാലേട്ടാ. അതുപോലെ ഉണ്ടല്ലോ ലാലേട്ടാ, ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നല്ല ഫാൻ ഫൈറ്റൊക്കെ നടക്കാറുണ്ട്. ഞങ്ങൾ ഗേൾസാണെന്നൊന്നും നോക്കണ്ട കേട്ടോ, അതിലേറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റ് നടക്കുക ലാലേട്ടൻ ഫാൻസും മമ്മൂക്ക ഫാൻസും. പക്ഷെ ഒരു കാര്യമുണ്ട് ലാലേട്ടാ, ലാലേട്ടനും അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക ഇല്ലാത്ത മലയാള സിനിമ അത് ഓർക്കാൻ കൂടി വയ്യ. നിങ്ങൾ രണ്ടുപേരും തന്നെ താര രാജാക്കന്മാർ. വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാല തീർത്തുവോ, വീണുടഞ്ഞ താഴികക്കുടം ഈ കൊറോണ കാലമൊക്കെ ഒന്ന് വേഗം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എന്നാലല്ലേ ലാലേട്ടൻ്റെ പടം തിയേറ്ററിൽ പോയി കണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില അസൂയക്കാർ പറയും ലാലേട്ടൻ്റെ പഴയ ക്യൂട്ട്നെസ് പോയി, ലാലേട്ടൻ്റെ പഴയ ചിരി പോയി എന്നൊക്കെ. ലാലേട്ടൻ്റെ ചിരിയൊന്നും അങ്ങനെ പോവില്ല മക്കളെ. ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങൾക്കറിയാലോ. ലാലേട്ട മാങ്ങയുള്ള മാവിലല്ലേ ആൾക്കാർ കല്ലെറിയുള്ളൂ. ലാലേട്ട അതൊന്നും മൈൻഡാക്കാൻ നിൽക്കണ്ട കേട്ടോ. അതുപോലെ ഉണ്ടല്ലോ ലാലേട്ടൻ ബിഗ് ബോസിൽ പോയി ആങ്കർ ചെയ്യണത് ചിലർക്കൊന്നും ഇഷ്ടമല്ല. അത് അവർക്ക് ലാലേട്ടനോട് അസൂയായിട്ടാട്ടോ. ലാലേട്ടൻ നല്ല സൂപ്പറായിട്ട് ആങ്കർ ചെയ്യുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ ബിഗ് ബോസ് ആണ് ലാലേട്ടൻ എന്ന്. ലാലേട്ടൻ്റെ എല്ലാ പടം കാണാൻ വേണ്ടിയും വെയിറ്റിംഗ് ആണെങ്കിലും ഏറ്റവും കട്ട വെയിറ്റിംഗ് അത് മരക്കാർ കാണാനാണ്. പിന്നെ ഞങ്ങളുടെ ലാലേട്ടന് 1000 ജന്മദിനാശംസകൾ നേരെയാണ്. ഹാപ്പി ബർത്ത്ഡേ അവർ ഡിയർ ലാലേട്ട.